അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 118 സങ്കീർത്തനം 5 വാക്യത്തിൽ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യനോട് എന്തു ചെയ്യും? യഹോവ എന്നെ സഹായിക്കുന്നവരോടുകൂടി യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. ഞെരുക്കത്തിലിരുന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, വിശാലത വരുത്തി. ഒരു ഭക്തൻ്റെ നിലവിളിയെങ്കിൽ വിശാലത വരുത്തിയ ഭക്തൻ ഉറപ്പോടെ പറയുകയാ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. അനേക പ്രാവശ്യം ശത്രുവിന് മുമ്പാകെ ജയം പ്രാപിച്ച ദൈവത്തിൻ്റെ വിടുതലുകളെയും കരുതലുകളെയും നല്ലവണ്ണം അറിഞ്ഞൊരു ഭക്തൻ്റെ പാട്ടാണ്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. എന്നെ സഹായിക്കുന്നവരോടുകൂടി യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. പ്രിയമുള്ളവരെ, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. രാവിലെ സമയം നിങ്ങൾ ഭയന്നും നെടുവീർപ്പെട്ടും ഇരിക്കുകയാണോ? ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനാണെങ്കിൽ യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് അനവധി പ്രാവശ്യം തിരുവെഴുത്തുകളിൽ കൂടെ നമ്മെ ഉറപ്പിക്കുന്ന ആ ദൈവം ഇന്ന് രാവിലെ സമയം അതേ വചനത്താൽ നമ്മോട് പറയുന്നു, എന്നെ സഹായിക്കുന്നവരോടുകൂടി യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, പേടിക്കയില്ല. ഈ ദൈവവചന ഭാഗം രാവിലെ സമയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്മരിച്ചുകൊണ്ട് വായുകൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങൾ ചിലതിനെ അതിജീവിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് ചിലതിനെ അതിജീവിക്കാൻ കഴിയും. സഹായിക്കുന്നവരോടുകൂടെ യഹോവ പക്ഷത്തേക്ക് വരും. ആരെന്നെ സഹായിക്കുമെന്നല്ലേ രാവിലത്തെ ചോദ്യം? ദൈവം പറയുന്നു, യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് കൽപ്പിക്കുമ്പോൾ സഹായിക്കുന്നവർ നിന്റെ മുമ്പിൽ വരും. സഹായിക്കുന്നവരോട് കൂടെ യഹോവ നിന്റെ പക്ഷത്തുണ്ട്. പകയ്ക്കുന്ന ഒരു കൂട്ടം എന്തായിത്തീരുമെന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിയുടെ ശബ്ദമുയർത്തുന്ന ഒരു കൂട്ടം ജനം നിൽക്കുമ്പോൾ ഭക്തൻ പറയുകയാ, എന്നെ പകയ്ക്കുന്നവരെ ഞാൻ കണ്ടു രസിക്കും. ഇന്ന് രാവിലെ സമയം ഈ ദൈവവചന ഭാഗം അത് യഹോവ അനുകൂലം പ്രതികൂലമാർ. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് പൂർണ്ണമായി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ രാവിലെ സമയം ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അന്വർത്ഥമായി വരും. ആമേൻ.